ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഇസ്രായേൽ നമ്മൾ ഇറാനിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന് ബോംബിട്ടിട്ട് അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തക സഹർ ഇമാമി എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തക ബോംബിട്ട ശബ്ദത്തിന്റെ പെട്ടെന്ന് വന്ന പുകേന്റെ ഇതില് അവിടുന്ന് മാറിപ്പോകുന്ന വീഡിയോ കണ്ടിട്ട് സംഖ്യകൾ അടിച്ചിറക്കുന്നുണ്ട്. ഇത് മാധ്യമ പ്രവർത്തക പേടിച്ചോടി, ജീവനും കൊണ്ടോടി. ഇസ്രായേലിന്റെ ബോംബ് കണ്ടിട്ട് പേടിച്ചോടാൻ വേണ്ടിട്ട് അവിടെ ബോംബിടുന്ന ഇസ്രായേൽ കൃത്യമായി വിവരം അവർക്ക് കൊടുത്തിന്. എന്നിട്ട് അവര് മാറിയില്ല. അവർക്കറിയാം ബോംബ് അവിടെ വീഴുന്നു. പിന്നെ പെട്ടെന്നൊരു ബോംബെല്ലാം വീഴുമ്പോ അതിന്റെ ശബ്ദത്തിൽ ആരായാലും ഞെട്ടും. അതിപ്പോ മനുഷ്യന്മാർ ഞെട്ടും, സംഖ്യകൾ ഞെട്ടി ചത്തുപോയിരിക്കും. ഇവര് ഞെട്ടിട്ട് അവിടെ നിന്ന് മാറുകയോ ചെയ്ത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ആദ്യം കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. വാ. که شنیدید صدای متجاوز به خاک وطن صدای متجاوز به صدای حق و حقیقت است. آنچه که ملاحظه کردید، صدایی که شنیدید، فضای غبارآلود استودیو അവരാ ബോംബ് വീണപ്പോ പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയെന്നുള്ളൂ. അല്ലാണ്ട് പേടിച്ചോടുന്നത് എന്തെങ്കിലും ആ വീഡിയോ കാണുന്നുണ്ടോ? സംഖ്യകളെ പേടിച്ചോടുന്നത് കാണുന്നുണ്ടല്ലോ. നിങ്ങളെ കർമ്മ ടിവിയിലെ തള്ളച്ചിയില്ലേ, തള്ളച്ചി എങ്ങനെ ആയിരിക്കണം? തള്ളച്ചീന്റെ പൊലകുടിയും അടിയന്തരും 40 ശവടക്കും കത്തിക്കലും എല്ലാം ആ സമയത്ത് തന്നെ തീർന്നിട്ടുണ്ടും. പിന്നെ നിങ്ങൾ എല്ലാമായ സാജസ്കറിയില്ല, മലനാടനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാം. പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ എന്റെ അമ്മോ, എന്റെ അച്ചോ, എന്നെ രക്ഷിക്കേ, എന്റെ അമ്മോ, എന്നെ വിടല്ല അമ്മോ, എന്നെ രക്ഷിക്കേ എന്ന് പറഞ്ഞ കരഞ്ഞ മലനാടൻ ഈളപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തൂറലും മൂത്രവും ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം അവര് വന്നിട്ട് പിന്നെയും ലൈവായിട്ട് വാർത്ത വായിച്ച സംഖ്യയിലെ അയിങ്ങളാദ്യം മനസ്സിലാക്കട്ട. അവര് എവിടെയും പോയിട്ടില്ല. അവര് ജീവൻ പോയാ പോട്ടെന്ന് വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് ആദ്യം വാർത്ത വായിച്ച് നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് കിടക്കാം. വാ. ഏറ്റവും ഒടുവിലത്തെ വിവരം ഇപ്പോൾ സഹർ ഇമാമി എന്നാണ് ആ വനിതാ അവതാരകയുടെ പേര്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ അവതാരക സഹർ ഇമാമി ഇപ്പോൾ ഓൺ എയറിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു, വാർത്താവാഹിനിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അപ്പോൾ മിസൈൽ വന്ന് പതിച്ചതിന്റെ ആ ഘട്ടത്തിലെ ഒരു ഭീതിയിൽ അവർ വാർത്താ അവതാരണം കണ്ട സംഖ്യകളെ കണ്ട. അവര് ചിരിച്ചു വന്നിട്ട് അവര് ശക്തമായി പിന്നെയും വാർത്ത വായിച്ച്. ഇതിലുണ്ട് നമ്മളെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരും കൂടി കാണണം കേട്ടാ. മരണപ്പെട്ടവരുടെ കുഴിമാടത്തിലേക്ക് മരണപ്പെട്ടവരുടെ കുട്ടികളുടെ പിഞ്ച് കുട്ടികളുടെ അടക്ക് പോലും ക്യാമറയും മൈക്കും കൊണ്ടുവന്ന് ഇവിടുത്തെ ഊള മാധ്യമ പ്രവർത്തകർ ഈ മാധ്യമ പ്രവർത്തകനെല്ലാം കണ്ട് കുറച്ചെങ്കിലും പഠിക്കട്ടാ. പിന്നെ സംഖ്യകളെ അവരൊക്കെ എപ്പോഴായാലും തലേന്റെ മുകളിൽ ബോംബ് വീഴുന്നുള്ള ഉറപ്പിൽ ജീവിക്കുന്നവരാണ്. അവരവിടെ ബങ്കറിന്റെ അടിയിൽ പോയിട്ടൊന്നല്ല വാർത്ത വായിക്കുന്നത്. അവരവരെ സ്റ്റുഡിയോ തന്നെയാണ്. ലോകം അറിയുന്ന, ഇസ്രായേലിനെ അറിയുന്ന, ഇവര് കൃത്യമായി അറിയുന്ന ആ സ്റ്റുഡിയോ പോയിരുന്നിട്ട് തന്നെയാണ് അവര് വാർത്ത വായിക്കുന്നത്. ചില ആൾക്കാർ മുങ്ങിയ പോലെ ബങ്കറിന്റെ ഉള്ളിലേക്കൊന്നും അവര് മുങ്ങില്ലട്ടാ. ഇവര് പിന്നെ ഇവരെ നാട്ടിൽ നടക്കുന്ന എന്തായാലും ഇവർക്ക് വന്ന നഷ്ടങ്ങൾ വരെ അവർ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. നഷ്ടമായാലും എന്തായാലും അവർ കൃത്യമായിട്ട് ലോകത്തിനെ കാണിക്കുന്നുണ്ട്. കാരണം അവർക്ക് പേടിക്കാനോ മറച്ചു വെക്കാനോ ഒന്നുമില്ല. അവർക്ക് നേരെ ഒരു അക്രമം ഉണ്ടായപ്പോ അത് പ്രതിരോധിക്കുക മാത്രമാണ് ഇറാൻ ചെയ്തിട്ടുള്ളത്. സംഖ്യകളിൽ നിങ്ങൾ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു അനുഭവം ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഇസ്രോ എന്തിനാ പേടിക്കുന്നത്? എല്ലാം തികഞ്ഞ ലോകത്തിലെ നമ്പർ 1 എന്ന് പറഞ്ഞെടുക്കുന്ന ഇസ്രോ മോൻ എന്തിനാ ഈ പേടിക്കുന്നത്? ഇവരൊരു അനുഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരെ നേരെ ഇടാനാന്ന് ഇവർക്ക് ധാരണയുണ്ട. അങ്ങനെയാ നിങ്ങൾ ഈ പേടിച്ച് എത്ര കാലം പോവും നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ? ഈ ഒരു യുദ്ധം കൊണ്ട് ഇറാൻ ഇല്ലാതാക്കുന്നുള്ള വ്യാമോഹം കൊണ്ട് ഇസ്രോവും നെതുമോനും എത്ര കാലം ജീവിച്ചു പോകും? നമുക്ക് അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ, നട്ടലുള്ള മാധ്യമ പ്രവർത്തകരുടെ പിന്നെയുള്ള വാർത്തകൾ കേൾക്കല്ലേ. വാ. ആളിക്കത്തുന്ന ഓഫീസിന് മുന്നിൽ നിന്ന് മുറിവേറ്റ ശരീരവുമായി വീണ്ടും ലൈവ് നൽകിയാണ് ആ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകർ അതിന് മറുപടി നൽകിയത്. ഇന്നലെ ആ ദൃശ്യം ലോകം കണ്ടതാണ്. അതിന്റെ കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി. قبل بود که دشمن صهیونیستی این ساختمون یعنی ساختمون شیشه‌ای مرکز فرماندهی جنگ رسانه‌ای رو هدف قرار داد با این خیال خام که بتونه جلوی اطلاع رسانی همکاران കണ്ട സംഖ്യകൾ അവിടുത്തെ സ്റ്റുഡിയോ വരെ കത്തിച്ചിട്ട് അവര് പുറത്തുനിന്ന് അതിന്റെ മുന്നിൽ ഒരു പേടിയില്ലാണ്ട് വാർത്ത ചെയ്യുന്ന ചാണകങ്ങളെ. പിന്നെ ഇസ്രായേലിന്റെ പരിപാടി എന്താ പറയുക? യുദ്ധത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിച്ചെന്ന് പറഞ്ഞിട്ട് അവര് ചെയ്യുന്ന ഇതുപോലുള്ള മാധ്യമ സ്ഥാപനങ്ങളും ആശുപത്രികളെല്ലാം സ്കൂളുകളെല്ലാം ആക്രമിക്കലാണ് ഇവരെ പരിപാടി. എപ്പോഴും കണ്ടില്ല, പാലസ്തീൻ ആയാലും ഇറാൻ ആയാലും അവർ ആശുപത്രി സ്കൂളൊന്നും അവർക്കൊരു വിഷയമില്ല. പക്ഷെ പുറത്ത് പറയുമ്പോ ഭയങ്കര ഡീസന്റ് ടീം, വായിൽ വിരലിട്ട് അവരെ കടിക്കൂലാന്ന് ഈ സംഖ്യകൾ, ഈ ചാണക സംഖ്യകൾ ഈ ഇസ്രായേലിനെ പറ്റി പറയും. കണ്ടില്ല നിങ്ങൾ പിഞ്ച് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വരെ കൊല്ലാൻ മടിക്കാത്ത ടീമിനെ ഇങ്ങനെ നാണവും മാനവും ഇല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീം. പറയുന്നതിൽ ഒരു യുക്തിയും ബോധവും ഇല്ലാത്ത ഇസ്രായേലിന്, അതുപോലെ തന്നെ പറയുന്നതിലും ചെയ്യുന്നതിലും യുക്തിയും ബോധവും വിവരവും ബുദ്ധിയും ഇല്ലാത്ത ചാണക സംഖ്യകൾ കൂട്ട്. അടിപൊളി. ഈ ധീരയായ മാധ്യമ പ്രവർത്തന നമ്മളെ കർമ്മ ന്യൂസിലെ
തള്ളേച്ചി നമ്മളെ മലനാടല്ലേ സാജസ്കറിയും കൂടി കളിയാക്കുക. നിങ്ങൾ ആലോചിച്ചേക്കട്ടെ. എന്റെ അമ്മോ, നിങ്ങളത് കണ്ടില്ലേ? എന്റെ അമ്മോ, എന്റെ അച്ഛനെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് നാണും മാനും ഉളുപ്പില്ലാണ്ട് ഹൗസറിൽ തൂറും മൂത്തുറും ചെയ്ത സാജസ്കറിയാ നിനക്ക് ഉളുപ്പുണ്ടാ? അയ്യ ഉളുപ്പുണ്ടാ? എന്നാ പിന്നെ എല്ലാവർക്കും എന്റെ സുലാൻ.